നമ്മുടെ കുളത്തിലേക്ക് പുലിവാഹ ഇട്ടിട്ട് ഇന്നത്തേക്ക് 2 ആഴ്ചക്ക് അടുത്തായിട്ടുണ്ട് കേട്ടോ. ആൾ ഇണങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ രീതിയിൽ ഇണങ്ങിയിട്ടുണ്ട്. സാധാരണ ഫുഡ് എടുക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഫുഡ് ഇട്ട് വെള്ളത്തിൻ്റെ പകുതി ലെവലാകുമ്പോൾ വന്ന് അടിക്കുന്നുണ്ട്. ആദ്യം മുകളിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ മാറ്റമുണ്ട്. ഇപ്പോൾ ഫുഡ് അടിച്ച് നേരെ കല്ലിൻ്റെ ചുവട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. പിന്നെ കാണുന്നില്ല. സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആളെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് കയ്യിൽ നിന്ന് ഫുഡ് എടുക്കുന്നുണ്ടോ നോക്കി നോക്കാം. സോ ഇന്ന് കുറച്ച് ലിവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിര എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മണ്ണിര ആദ്യം ഇട്ട് നോക്കി. ഇട്ടപ്പോൾ തന്നെ കാർപ്പ് വന്ന് കഴിക്കുക ചെയ്തത്. അവന്മാർക്ക് കിട്ടിയതുള്ളൂ, പുലിവാഹയ്ക്ക് കിട്ടിയില്ല. സോ അടുത്ത ലിവർ പീസ് എടുത്ത് ആദ്യം കാർപ്പിന് കുറച്ച് ഫീഡ് അപ്പുറത്ത് ഇട്ട് കൊടുക്കാം. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അവന്മാർ അത് കഴിച്ചോളൂ. ആ സമയത്ത് നമുക്ക് പുലിവാഹയ്ക്ക് ഫീഡ് കൊടുക്കാം. എന്നിട്ട് ലിവർ പീസ് എടുത്തിട്ട് വെള്ളത്തിന് മുകളിൽ പിടിച്ച് നോക്കി. ഒറ്റ സ്ട്രൈക്ക് കിട്ടി കേട്ടോ. പിന്നെ ഒരുപാട് നേരം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ പിന്നീട് വന്നതൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കുളത്തിൽ ആൽഗ ഉണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യുക, അതുപോലെ ഓക്സിജൻ ലെവൽ, അമോണിയ ലെവൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമൻസും റെസ്പോൺസും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുവിധ എല്ലാ കമൻറ്റും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേരും ഫിൽറ്റർ വെക്കാനും അതുപോലെ തന്നെ വെള്ളം മാറ്റാനും മണലിടാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ തൽക്കാലം ഞാൻ കുറച്ച് പായലിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായലിട്ട സമയത്ത് തന്നെ അതിൽ അന്നൊരു കമൻറ്റ് വന്നത്, കാർപ്പ് നല്ല രീതിയിൽ പായൽ കഴിക്കും, പായൽ എന്തായാലും പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. കാർപ്പ് പായലിൻ്റെ വേര് മൊത്തം കഴിച്ചു. പായൽ ഇപ്പോൾ ഏതാണ്ട് ചീഞ്ഞ് പോകാനുള്ള അവസ്ഥ ആയിട്ടുണ്ട്. സോ ഇനി ഫിൽട്രേഷൻ എന്തായാലും വെക്കണം. അപ്പോൾ കുറച്ച് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, എക്സാം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലാണ്. എന്തായാലും ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഇടാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കാണാം.